നല്ല രുചിയിലുള്ള ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ വല്ലാത്തൊരു എനർജി തന്നെയാണല്ലോ അല്ലേ. അതേപോലെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. എന്ന് വെച്ച് ചില ടൈമിലൊക്കെ ഈ ഫുഡ് ഉണ്ടാക്കാൻ വല്ലാത്തൊരു മടി ഉണ്ടാവുന്ന ദിവസങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ മടി ഉണ്ടാവുന്ന ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു തൈര് കറിയാണ് ഇട്ടത്. ആദ്യം നമുക്ക് കറിക്ക് ആവശ്യമായ തൈര് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്പൂണ് വെച്ചിട്ട് കട്ടകളൊക്കെ ഉടച്ച് കൊടുക്കണം. 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ആദ്യം തന്നെ ഞാനിത് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് ഒരു പാന് ഗ്യാസിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പാന് നല്ലോണം ചൂടായതിനു ശേഷം അതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതാ 1 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ നല്ലോണം പൊട്ടി വരുന്ന ടൈമിൽ ഒരു 4-5 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, 2 ചുവന്ന മുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 2 ഇല്ലി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തേക്കണം കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തതായി ഇതാ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/4 സ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച തൈര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി വല്ലാതെ ഇട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മളെ തൈര് കറി ഇവിടെ റെഡി. അപ്പോൾ വല്ലാതെ മടിയുള്ള ദിവസങ്ങളിലും തീരെ ടൈമില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് ഇട്ടത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി. ഈ കറീൻ്റെ കൂടെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ കൂടെ കൂട്ടി കുഴച്ചിട്ട് ഒരു പിടിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എൻ്റെ അമ്മോ നല്ല ടേസ്റ്റാണ് ഇട്ടാ. അപ്പോൾ അതേപോലെ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കൊണ്ടിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.